നെഗറ്റീവ് കമന്റുകൾ എനിക്ക് പുല്ലാണ്. അതൊന്നും എന്നെ ബാധിക്കില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞിരുന്ന ആ പഴയയൻ ലേഡി എവിടെ പോയി? കൊല്ലം സുധിയുടെ മകൻ കിച്ചു സുധി തന്റെ ജീവിതത്തിലെ കൈപ്പേറിയ സത്യങ്ങൾ തുറന്നു പറഞ്ഞതോടെ രേണുസുധി ആകെ തകർന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രേണു പങ്കുവച്ച ആ കരച്ചിൽ വീഡിയോ ശരിക്കും വേദന കൊണ്ടാണോ അതോ പിടിച്ചുനിൽക്കാനുള്ള പുതിയ അടവാണോ? മലയാളി പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാകുന്ന രേണുസുധിയുടെ പുതിയ പ്രതികരണത്തെക്കുറിച്ചും അതിനു പിന്നിലെ വൈരുദ്ധ്യങ്ങളെക്കുറിച്ചും നമുക്ക് പരിശോധിക്കാം. കൊല്ലം സുധിയുടെ മകൻ കിച്ചു കഴിഞ്ഞ ദിവസം തന്റെ ജീവിതകഥ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. 3 അമ്മമാരും ഒരച്ഛനുമുണ്ടായിട്ടും താൻ അനുഭവിച്ച അതിഭീകരമായ ഒറ്റപ്പെടലിനെക്കുറിച്ചും ട്രോമയെക്കുറിച്ചും ആ പയ്യൻ തുറന്നു പറഞ്ഞു. പ്രത്യേകിച്ച് കോട്ടയത്തെ രേണുവിനോടൊപ്പം താമസിച്ചിരുന്ന 3 വർഷത്തോളം ഒരു മുറിക്കുള്ളിൽ കമ്പ്യൂട്ടറിനു മുന്നിൽ മാത്രം ഒതുങ്ങിപ്പോയ തന്റെ അവസ്ഥ അവൻ വിവരിച്ചു. അച്ഛൻ കൊല്ലം സുധി ഷൂട്ടിങ്ങിനു പോകുമ്പോൾ തന്നെ കൂടെ കൊണ്ടുപോകുന്നതുപോലും രേണുവിനിഷ്ടമല്ലായിരുന്നുവെന്നും അതിന്റെ പേരിൽ വീട്ടിൽ വഴക്കുകൾ നടന്നിരുന്നുവെന്നും കിച്ചു വെളിപ്പെടുത്തി. കിച്ചുവിന്റെ വീഡിയോ വൈറലായതോടെ രേണുസുധി ഇൻസ്റ്റാഗ്രാമിലൂടെ കരഞ്ഞുകൊണ്ട് പ്രതികരിക്കുകയായിരുന്നു. തനിക്ക് വലിയ രീതിയിലുള്ള സൈബർ ബുള്ളിംഗ് നേരിടേണ്ടി വരുന്നുണ്ടെന്നും ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും രേണു പറയുന്നു. ഞാനും ഒരു മനുഷ്യനാണ്. ജീവിതം അവസാനിപ്പിക്കാൻ പോലും തോന്നിപ്പോകുന്നു എന്നാണ് രേണു കരഞ്ഞുകൊണ്ട് വീഡിയോയിൽ പറയുന്നത്. കിച്ചുവിന്റെ വെളിപ്പെടുത്തലുകൾ തന്നെ വളരെയധികം ബാധിച്ചുവെന്നും രേണു സൂചിപ്പിക്കുന്നു. എന്നാൽ ഈ കരച്ചിൽ വെറുമൊരു നാടകമാണെന്നാണ് സോഷ്യൽ മീഡിയയിലെ ഭൂരിഭാഗം വ്ളോഗർമാരും അഭിപ്രായപ്പെടുന്നത്. ഇതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് രേണുവിന്റെ തന്നെ ചില പ്രവർത്തികളാണ്. ജീവിതം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് കരയുന്ന അതേ വീഡിയോയുടെ തൊട്ടടുത്ത സ്റ്റോറിയായി സബ്സ്ക്രൈബ് ടു സീ എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്ന ലിങ്ക് രേണു പങ്കുവച്ചു. ഇത് ആളുകളുടെ സഹതാപം മുതലെടുത്ത് റീച്ചുണ്ടാക്കാനുള്ള ശ്രമമാണെന്ന് വിമർശകർ പറയുന്നു. മുൻപ് നെഗറ്റീവ് കമന്റുകൾ തന്നെ ബാധിക്കില്ലെന്ന് പറഞ്ഞിരുന്ന രേണു ഇപ്പോൾ കിച്ചുവിന്റെ വീഡിയോ വന്നപ്പോൾ മാത്രം തകരുന്നതെന്തുകൊണ്ടാണെന്ന ചോദ്യമുയരുന്നു. കിച്ചു ഉന്നയിച്ച ഗൗരവകരമായ കാര്യങ്ങൾക്ക് മറുപടി നൽകുന്നതിനു പകരം കരച്ചിൽ കൊണ്ട് അതിനെ മറികടക്കാനാണ് രേണു ശ്രമിക്കുന്നത്. കിച്ചുവിന് പണം അയച്ചു കൊടുക്കാറുണ്ടെന്ന് രേണു പലപ്പോഴും അവകാശപ്പെടാറുണ്ടെങ്കിലും അവർ തമ്മിൽ വൈകാരികമായ ഒരു ബന്ധവുമില്ലായിരുന്നുവെന്ന് കിച്ചുവിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അച്ഛന്റെ മരണശേഷം കിച്ചു അതിഭീകരമായി ഒറ്റപ്പെട്ടുവെന്നും രേണുവിന്റെ കുടുംബം അവനെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ലെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. രേണുസുധിയുടെ ഈ കണ്ണീർ വീഡിയോ കിച്ചുവിന്റെ വെളിപ്പെടുത്തലുകളിൽ നിന്ന് നാട്ടുകാരുടെ ശ്രദ്ധ തിരിക്കാനുള്ള ഒരു തന്ത്രമാണോ? അതോ ആ പയ്യൻ അനുഭവിക്കുന്ന മാനസിക വിഷമം വൈകിയാണെങ്കിലും രേണു തിരിച്ചറിയുകയാണോ? എന്തായാലും സത്യം വൈകാതെ പുറത്തുവരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.